നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 23/4/2026 വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് വിലകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചു എങ്ങനെ ചിരട്ടക്കറ പെട്ടെന്ന് ഉണക്കിയെടുക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിയുമ്പം ചിരട്ട പാല് വീഴുമ്പോൾ ആ ചിരട്ടയിൽ ആസിഡും കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, പെട്ടെന്ന് കറുപ്പ് നിറമാവും. അതാണ് പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു വഴി. ആസിഡ് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ചിരട്ടക്കറ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അത് കറുപ്പ് നിറം ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഒന്നും ടാപ്പിംഗ് ആരംഭിച്ചിട്ടില്ല. ചുരുക്കം ചിലർ മാത്രമേ ടാപ്പിംഗ് ആരംഭിച്ചിട്ടുള്ളൂ. ഞാനും ടാപ്പിംഗ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ നല്ല മഴ പെയ്ത് മരം ഒന്ന് തണുത്തതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്തു. അപ്പോൾ ഉടൻ തന്നെ ടാപ്പിംഗ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ 3-4 മഴ പെയ്ത് നല്ല തണുപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉടനെ ടാപ്പിംഗ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിലയുള്ള സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വിലയിൽ വൻ കുതിച്ചുകയറ്റമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കായി നല്ലൊരു വർധനവാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 236 രൂപ, RSS 5 1 കിലോയ്ക്ക് 232 രൂപ, ISNA 20 1 കിലോയ്ക്ക് 203 രൂപ, ലാറ്റക്സ് 60%-ന് 158 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS 4 1 കിലോയ്ക്ക് 236 രൂപ, RSS 5 1 കിലോയ്ക്ക് 232 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 227 രൂപ, ലോട്ട് 1 കിലോയ്ക്ക് 201 രൂപ മുതൽ 206 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 150 രൂപ, 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 112 രൂപ 50 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3 1 കിലോയ്ക്ക് 230 രൂപ 50 പൈസ, RSS 4 1 കിലോയ്ക്ക് 230 രൂപ, RSS 5 1 കിലോയ്ക്ക് 224 രൂപ 50 പൈസ, ലോട്ടിന് 1 കിലോയ്ക്ക് 202 രൂപ, ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 144 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 215 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 10,750 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 12,900 രൂപ, 35% DRC ഉള്ളതിന് 15,050 രൂപ, 40% DRC ഉള്ളതിന് 17,200 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 228 രൂപ, RSS 5 1 കിലോയ്ക്ക് 224 രൂപ, ISS 1 കിലോയ്ക്ക് 197 രൂപ 50 പൈസ മുതൽ 198 രൂപ വരെ. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 131 രൂപ മുതൽ 143 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RSS 4 5 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISNA 20 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ലൂസിന് 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. ലോട്ടിന് 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. 60% DRC ഉള്ള ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 75 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISSനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 2 രൂപ വർദ്ധിച്ചു. ഇനി കർണാടകയിലെ വില നോക്കിക്കഴിഞ്ഞാൽ RSS 3 4 5 ലോട്ടിനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് റബ്ബർ വിലയിൽ വൻ വർധനവെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് 2 രൂപ വെച്ച് കേരളത്തിൽ വർദ്ധിച്ചതുകൊണ്ടാണ്. നമ്മൾ സാധാരണ 50 പൈസ 1 രൂപയ്ക്കാണ് വർദ്ധിക്കുന്നത്. ഇന്ന് 2 രൂപ വർദ്ധിച്ചപ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഈ വില കൊണ്ട് നമുക്ക് നേട്ടമൊന്നും വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും എന്നാലും ഇപ്പോൾ പഴയതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ മികച്ച ഒരു വില തന്നെയാണ്. പക്ഷേ ഈ വില കൂടിയ സമയത്ത് നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും സ്റ്റോക്ക് ഇല്ലാതായിപ്പോയി. അപ്പോൾ നേരത്തെ ആ വില കൂടി കടന്ന സമയത്ത് പിന്നീടൊന്ന് കുറഞ്ഞ സമയത്ത് ഈ സ്റ്റോക്ക് കൈ വെച്ചിരിക്കുന്നവരെല്ലാം അങ്ങ് കൊടുത്തുപോയി. ഇപ്പോൾ ആരുടെയും ഒരു സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കർഷകരെ വളരെയേറെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വില കൂടിയത് കണ്ട് നമുക്ക് സന്തോഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ടാപ്പിംഗ് ചെയ്ത് റബ്ബർ ഷീറ്റ് ഉണക്കിയൊക്കെ കടയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏത് വിലയായിരിക്കുമെന്ന് അപ്പോൾ കണ്ടറിയാം. ആകെ ഒരു മെച്ചം എന്ന് പറയുന്നത് റബ്ബർ കൃഷി കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഉൽപ്പാദനം ഈ സേഫ്റ്റിയാണ്. കാരണം നമ്മൾ കത്തി വെച്ച് കുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഫലങ്ങൾ പുറത്തു വരുന്നുള്ളൂ. മറ്റ് ഏതൊരു കൃഷിയാണെങ്കിലും ഇത്ര സേഫ്റ്റി അല്ല. കാരണം വന്യമൃഗശല്യം കൂടുതലായി ഇപ്പോൾ കേരളത്തിൽ ഉള്ളതുകൊണ്ട് ആ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വന്യമൃഗശല്യം കൊണ്ട് നമുക്കത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ മരച്ചീനി നടുവായിരുന്നു. ഇപ്പോൾ എനിക്ക് മരച്ചീനി നടാൻ പറ്റാത്തൊരവസ്ഥയാണ് പന്നിയുടെ ശല്യം കൊണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ പല ഭാഗത്തും നമുക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റബ്ബർ കൃഷി കുറച്ചുകൂടെ സുരക്ഷിതമാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.